നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലെ ഡിഫറെൻറ്റ് മാസ്കിംഗ് മെത്തേഡ്സ് ആണ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് ഇത്തരം മാസ്കിംഗ് മെത്തേഡ്സ്. ഫോട്ടോഷോപ്പ് മെയിൻലി 3 മാസ്കിംഗ് മെത്തേഡുകളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ആ 3 മാസ്കിംഗ് മെത്തേഡിൽ ഏറ്റവും ആദ്യം ഞാൻ പറയുന്നതാണ് ലെയർ മാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇപ്പോൾ ലെയർ മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇമേജ് വെച്ചിട്ടുണ്ട്. ഈ ഇമേജ് എനിക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇറേസ് ചെയ്ത് എനിക്ക് ആവശ്യമില്ലാത്ത കുറച്ച് പോർഷൻസ് ഒന്ന് ഇറേസ് ചെയ്ത് എൻ്റെ ഡിസൈനിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് ഇറേസർ ടൂൾ എടുത്ത് നമുക്ക് അതിൻ്റെ ഹാർഡ്നെസ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൊടുത്ത് നമുക്ക് ആവശ്യമായ സൈസിൽ കൊണ്ടുവന്ന് നമുക്കിങ്ങനെ ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ. ഇറേസ് ചെയ്തപ്പോൾ ഇതിന് ബാക്കിലുള്ള ടെക്സ്റ്റ് ലെയർ വിസിബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇറേസ് ചെയ്ത് ചെയ്യാൻ പറ്റും. സോ ഇതിങ്ങനെ കഴിഞ്ഞ് ഞാനിത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് വേറെ മേ ബി ചിലപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടൻറ്റുകൾ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു കണ്ടൻറ്റ് ആഡ് ചെയ്തു. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഇങ്ങനെ കണ്ടൻറ്റൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഇങ്ങനെ കണ്ടൻറ്റ് ആഡ് ചെയ്തതിന് ശേഷം തോന്നുന്നതാണ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഈ ഇമേജിൻ്റെ കുറച്ച് പോർഷൻ ഞാൻ ഇറേസ് ചെയ്ത് കളഞ്ഞിരുന്നു. അതെനിക്ക് തിരിച്ചു വേണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചെയ്ത് എന്തുകൊണ്ട് അൺഡു ചെയ്ത് കൂടാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അൺഡു ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ ചെയ്ത വർക്ക് ഇതിലേക്കെല്ലാം പോകും. നമ്മൾ അതിന് ശേഷം ചെയ്ത വർക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ കാര്യം ഞാനിപ്പോൾ റീഡു ചെയ്തിങ്ങനെ വന്നു. ഈ കാര്യങ്ങൾ എനിക്കിവിടെ നിർത്തിക്കൊണ്ട് തന്നെ, അതായത് ഇവിടെ അതിന് ശേഷം ഞാൻ കുറച്ച് പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊന്നും സംഭവിക്കാതെ അൺഡു ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ ഈ ഒരു പോർഷൻസ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതിനൊരു സൊല്യൂഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെയർ മാസ്ക് എന്ന് പറയുന്ന രീതി യൂസ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഞാൻ വീണ്ടും ഇത് അൺഡു ചെയ്യാണ്. ഇന്ന് പഴയൊരു ഫോമിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ. ദെൻ ഇപ്പോൾ ചെയ്ത കാര്യം, അതായത് ഞാൻ ഇറേസ് ചെയ്യുന്നതിന് പകരം ഞാൻ ലെയർ മാസ്ക് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് പോർഷൻ കളയാണ്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് ഏത് ലെയറാണോ നമുക്ക് മാസ്ക് അപ്ലൈ ചെയ്യേണ്ട ലെയർ എടുത്തു. ദെൻ ലെയർ മെനുവിൽ നമുക്ക് ലെയർ മാസ്ക് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിനുശേഷം റിവീൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇത് ആക്റ്റീവ് ആകുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഇവിടെ കിടക്കുന്ന ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും ശ്രദ്ധിച്ച് നോക്കാം. ദെൻ ഞാനിവിടെ ലെയർ മാസ്കിനകത്ത് റിവീൽ ഓൾ ഓപ്ഷൻ അപ്ലൈ ചെയ്യുകയാണ്. റിവീൽ ഓൾ ഓപ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിലേക്ക് ചേഞ്ച് ആവുന്നതാണ്. ഓക്കെ. ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും ഇങ്ങനെ ബ്ലാക്കും വൈറ്റും ഫോർമാറ്റിലേക്ക് ചേഞ്ച് ആവുന്നതാണ്. അത് നമുക്ക് ഇവിടെ കാണുന്ന ഈ ആരോ മാർക്കിൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ ബ്ലാക്കും വൈറ്റും സ്വാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ദെൻ ഈ കളറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ എടുക്കുന്ന ഇറേസർ ടൂളല്ല, അതുപോലെ തന്നെ നമ്മുടെ ലെയർ വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സൈഡിലായിട്ടൊരു വിൻഡോ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു ചെറിയൊരു ബോക്സ് വന്നിരിക്കുന്നത് കാണാൻ പറ്റും, ഒരു വൈറ്റ് പോർഷനോട് കൂടിയിട്ട്. ഓക്കെ. ദെൻ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇറേസറിന് പകരം ഞാൻ ബ്രഷ് ടൂൾ എടുക്കുകയാണ്. ഓക്കെ. ബ്രഷ് ടൂൾ എടുത്തുകൊണ്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇവിടെ വൈറ്റ് കളറാണ് നിൽക്കുന്നത്. ദെൻ അതിനുശേഷം ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലാക്ക് ഏരിയയിലേക്ക് മാറ്റുന്നു. ദെൻ അതിനുശേഷം ഞാനിവിടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യാണ്. ബ്രഷ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് ബ്ലാക്ക് കളർ യൂസ് ചെയ്യുക, അത്രയും പോർഷൻസ് റിമൂവ് ആയിട്ടുണ്ട്. ആ റിമൂവ് ആവുന്ന പോർഷൻ ഏതാണെന്നുള്ളതാണ് ആക്ച്വലി നമുക്കിവിടെ ലെയർ വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഇറേസ് ചെയ്ത് കളഞ്ഞിരിക്കുന്ന ഏരിയയാണ് ഇവിടെ ബ്ലാക്ക് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പം നമുക്ക് ഇത്രയും ഏരിയയ്ക്ക് ഒന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞു. ഓക്കെ. ഞാൻ തൽക്കാലത്തേക്ക് ടെക്സ്റ്റ് ലെയർ ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്ത് കളഞ്ഞു. ദെൻ ഇങ്ങനെ ചെയ്ത് കളഞ്ഞു. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള ഞാനിവിടെ ഈ ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അത് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെയർ വിൻഡോയിൽ വന്നിട്ട് നമ്മുടെ ഈ ലെയർ മാസ്കിനൊപ്പം വന്നിട്ടുള്ള ലെയർ മാസ്ക് തംബ്നെയിലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യണം, എന്നാലാണ് ലെയർ മാസ്ക് ആക്റ്റീവ് ആയിട്ടുള്ളൂ. വേറൊരു ലെയറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ബ്രഷ് എല്ലാം മാറി കളറെല്ലാം ചേഞ്ച് ആയി കണ്ടോ. അപ്പോൾ നമുക്കത് ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വീണ്ടും ആ ലെയറിനകത്ത് ആ മാസ്കിൻ്റെ വിൻഡോ വന്നിട്ടുള്ള ലെയർ വിൻഡോയിൽ നമ്മൾ ചേർത്ത് വന്നിട്ടുള്ള ലിങ്ക് ചെയ്ത് വന്നിട്ടുള്ള വിൻഡോയിൽ ജസ്റ്റ് ആ തംബ്നെയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും മാസ്ക് ആക്റ്റീവ് ആകും. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഞാനിപ്പോൾ ഒരു പുതിയൊരു ലെയർ കൊടുത്തു. ദെൻ അതുപോലെ തന്നെ ഞാനൊരു കളറ് ഫില്ല് ചെയ്യുകയും ചെയ്തു.
ഓക്കെ. അപ്പോൾ കളറൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇത് ഇവിടെ നിന്നിട്ടുണ്ട്. ഈ ലെയറിന് ഒരു മാറ്റവും വരുത്തണ്ട. ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന ഈ ബോക്സിനൊരു മാറ്റം വരുത്തണ്ട. പക്ഷേ എനിക്ക് ഇതിനകത്ത് കുറച്ച് തരും. ഇപ്പോൾ ഇതിനകത്ത് ഗിത്താറിന് കുറച്ച് പോർഷൻസ് റിമൂവ് ആയി പോയിട്ടുണ്ട്. അതെനിക്ക് കൊണ്ടുവരണം. അപ്പോൾ അൺഡു അടിക്കാൻ പറ്റത്തില്ല. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ലെയർ മാസ്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഞാൻ മാസ്ക് ആക്റ്റീവ് ആക്കാനായിട്ട് വീണ്ടും ലെയർ വിൻഡോയിൽ വന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്തു, ബ്രഷ് ടൂൾ എടുത്തു. ദെൻ അതിനുശേഷം ഞാനിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ലെയർ ഇതിൽ നിന്നും ഏരിയ റിമൂവ് ആവാൻ ചെയ്യണം. നേരെ ഇതിനെ വൈറ്റ് പോർഷനിലേക്ക്, കാരണം വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. ദെൻ അതിനുശേഷം ഞാൻ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യമായിട്ടുള്ള പോർഷൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമുക്ക് മറ്റ് ലെയേഴ്സിനെ ഒന്നും തന്നെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് അൺഡു ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ മറ്റ് ലെയറിൽ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം പോകും. മീൻസ് അതിന് ശേഷം ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ പോകും. പക്ഷെ അതിന് പകരം നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം നമുക്ക് തിരിച്ചിങ്ങനെ കൊണ്ടുവരാനും എല്ലാം സാധിക്കും. അതാണ് ലെയർ മാസ്കിൻ്റെ യൂസ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ തോന്നുകയാണ് ഇത് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ബ്ലാക്കിലേക്ക് കൊണ്ടുപോകും. അതിന് ശേഷം നമുക്ക് ഇറേസ് ചെയ്യാം. ബ്ലാക്ക് ഇറേസ് ചെയ്യാനും വൈറ്റ് നമുക്ക് തിരിച്ച് റീകോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റീക്രിയേറ്റ് ചെയ്യാനും. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു മാസ്കിംഗ് മെത്തേഡ്. നമുക്ക് ഇനി ഇതിൽ നിന്ന് ഈ മാസ്ക് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ലെയറിൽ വന്നിട്ട് നമുക്ക് ലെയർ മാസ്കിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ഓപ്ഷൻ നമുക്ക് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെർമനൻ്റ് ആയിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാസ്ക് ഡിലീറ്റ് ആവുകയാണ് ചെയ്തത്. മാസ്ക് മാത്രം തിരിച്ച് നമുക്ക് എല്ലാ ഏരിയയും കാണാവുന്ന രീതിയിൽ മാസ്ക് എന്ന് പറഞ്ഞു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കുറച്ച് പോർഷൻ മാത്രം കാണാമെന്നുള്ളതാണ് മാസ്ക്. ഓക്കെ. ദെൻ വീണ്ടും അൺഡു ചെയ്യണേ. ദെൻ അതിനുശേഷം വീണ്ടും അടുത്തൊരു ഓപ്ഷൻ അതിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ മാസ്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന മാസ്ക് എല്ലാം പോയി നമുക്ക് ഫുൾ ഇമേജ് കാണാൻ സാധിക്കും. ദെൻ ലെയർ മാസ്കിൽ തന്നെ വീണ്ടും വരുന്നൊരു ഓപ്ഷനാണ് നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാസ്ക് റിമൂവ് ആയിട്ട് നമുക്കിത് കട്ടായി, അതായത് നോർമലി നമ്മൾ ഇറേസർ വെച്ച് കട്ട് ചെയ്ത് കളയുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫുള്ളി അത് അപ്ലൈ ആയിട്ട് കിട്ടും. ഓക്കെ. അതാണ് അപ്ലൈ ചെയ്താലുള്ള ഓപ്ഷൻ. വീണ്ടും ഞാൻ അൺഡു ചെയ്യുന്നു. ദെൻ വീണ്ടും ഞാൻ ലെയർ വിൻഡോയിൽ ലെയർ മാസ്കിൻ്റെ സബ് ഓപ്ഷൻ വരുന്ന മറ്റൊന്നാണ് ഡിസേബിൾ ചെയ്യുക എന്നൊരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇതിനെ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡിസേബിൾ ചെയ്താലും ഇത് റിമൂവ് ആകുന്നില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇത് എനേബിൾ ഒക്കെ, ഇവിടെ നമുക്കൊരു ഇൻഡു മാർക്ക് വന്നിരിക്കുന്നതാണ്. തൽക്കാലത്തേക്ക് മാത്രം നമ്മൾ ആ ലെയർ ആ മാസ്കിംഗ് ഓപ്ഷൻ ഒന്ന് ഡിസേബിൾ ചെയ്യാണ്. നമുക്കിങ്ങനെ ഡിസേബിൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എനേബിൾ ചെയ്യാനും പറ്റും. ദെൻ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിതിപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്തൊക്കെ കൊണ്ടുവരാണ്. നമുക്കിത് എങ്ങനെ മൂവ് ചെയ്താലും ഒരു പ്രശ്നം എല്ലായിടത്തും തന്നെ കട്ടായിട്ട് പ്രോപ്പറായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി വീണ്ടും ഇതിനകത്ത് നമുക്കിവിടെ ലെയർ മാസ്കിനകത്ത് തന്നെ നമുക്ക് അൺലിങ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ഈ ബോക്സ് നമ്മുടെ ഒറിജിനൽ ലെയർ ബോക്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഇട്ടിരിക്കുന്ന ഇമേജിനോട് ചേർന്ന് തന്നെ നമ്മുടെ മാസ്കിൻ്റെ ഒരു തമ്മിൽ വന്നിട്ട് ഇത് തമ്മിൽ ഒരു ലിങ്കിങ് കാണാൻ പറ്റും. ഇതിപ്പോൾ അൺലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ. അൺലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ഏരിയ അവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്. കണ്ടോ, ഇത് മാറ്റുന്ന സമയത്ത് ആ ഏരിയയിൽ നിന്ന് മാറുന്ന സമയത്ത് മറ്റ് ഏരിയാസൊക്കെ നമുക്ക് ആ ഇമേജിൻ്റെ മറ്റ് ഏരിയാസ്, അതായത് ഇവിടെ ആക്ച്വലി ഇവിടെ ഒരു കുറച്ച് ഒരു ബ്രഷ് വെച്ച് ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ആ ഏരിയയിൽ ഇത് അൺവിസിബിൾ ആണെന്നുള്ള രീതിയിലാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറുന്ന സമയത്ത് കണ്ടോ നമുക്ക് മറ്റ് ഏരിയാസ് ഡിസേബിൾ വരുന്നതെന്ന് കാണാൻ പറ്റും. അതായത് നമ്മുടെ മാസ്ക് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മാസ്ക് മൂവ് ആകുന്നില്ല. അതാണ് അവിടെ ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് വീണ്ടും ലെയറിൽ വന്നിട്ട് നമുക്കത് ലിങ്ക് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ ഇവിടെ ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താലും അത് ലിങ്ക് ചെയ്യാൻ പറ്റും. ലെയർ മാസ്കിനകത്ത് വന്നിട്ട് നമുക്ക് ലിങ്ക് ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ലിങ്കായി. ഇപ്പോൾ നമ്മൾ നീക്കുന്ന സമയത്ത് നോക്കി നമുക്ക് യാതൊരു പ്രശ്നമില്ല. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് റേസ് ചെയ്യാണ്. കാരണം നേരത്തെ മൂവ് ചെയ്ത് വെച്ചപ്പോൾ കുറച്ചത് പോയിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ. ഇനിയിപ്പോൾ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഞാനിത് നീക്കുന്ന സമയത്ത് ഒന്നും കണ്ടോ, നമുക്ക് എവിടെ കൊണ്ടുവന്ന് വെച്ചാലും പ്രശ്നമില്ല. അത് എങ്ങനെയാണോ നമ്മൾ മാസ്കിൽ നിൽക്കുന്നത്, കാരണം നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മാസ്കും അതിനൊപ്പം തന്നെ മൂവ് ആവുന്നത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് ലെയർ വിൻഡോയിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും, ഈ ബ്ലാക്ക് പോർഷൻ മൂവ് ആവുന്ന കാണാൻ പറ്റും. ഞാൻ ഈ ഒബ്ജക്റ്റ് ലെയർ മൂവ് ചെയ്യുന്നതനുസരിച്ച് കണ്ടോ, അതിനകത്തുള്ള ആ ബ്ലാക്ക് കളർ നമുക്ക് മൂവ് ആവുന്ന വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതാണ് ആ ഒരു ഷേപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ ബ്രഷ് ഉപയോഗിച്ച് വരച്ചിരിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ അതും ഇതിനൊപ്പം തന്നെ മൂവ് ആണ്. അതുകൊണ്ട് നമുക്ക് മാസ്ക് ഇതിനൊപ്പം തന്നെ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ. ഇത് അൺലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ഏരിയ അവിടെ തന്നെ നിൽക്കും. ലെയർ നമ്മുടെ ഒബ്ജക്റ്റ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് അൺലിങ്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആക്ച്വലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ലെയർ മാസ്ക് എന്ന ഓപ്ഷൻ. അപ്പോൾ ഞാൻ ഇതിൽ ലെയർ മാസ്ക് ഞാനൊന്ന് ഡിസേബിൾ ചെയ്യാണ്. ലെയർ മാസ്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കഴിഞ്ഞു. ഇനി മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് വരുന്നതാണ് നമുക്ക് വെക്റ്റർ മാസ്ക് എന്ന് പറയുന്നത്.
ഓക്കെ, വെക്ടർ മാസ്ക് വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ ഒരു വെക്ടർ ഷേപ്പ്, അതായത് നമുക്ക് പെയിൻ ടൂളോ അതോ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഷേപ്സ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഷേപ്പ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള കസ്റ്റം ഷേപ്സോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഷേപ്പ് നമ്മളിപ്പോൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഷേപ്പ് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടുന്ന് പാത്താക്കി കൊടുക്കും, ഷേപ്പിന് പകരം പാത്താക്കി കൊടുക്കുന്നു. ദെൻ അതിനുശേഷം ഞാനിവിടെ ഒരു ഷേപ്പ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വരച്ചു. ഓക്കെ, അപ്പോൾ ഈ ഷേപ്പ് എനിക്ക് നമുക്ക് പാത്ത് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം ഞാനിവിടെ ചെയ്യുന്നത് ഈ പാത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ, റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെൻ ടൂളോ അല്ലെങ്കിൽ പാത്ത് സെലക്ഷൻ ടൂളോ യൂസ് ചെയ്തുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് വെക്ടർ മാസ്ക് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. വെക്ടർ മാസ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വരച്ചിരിക്കുന്ന ആ വെക്ടർ ഷേപ്പിനുള്ളിൽ മാത്രമായിരിക്കും ആ ഏരിയ വിസിബിൾ. ഞാനിപ്പോൾ വെക്ടർ ഷേപ്പ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കും അത് വിസിബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പം ഞാൻ ഈ വെക്ടർ ഷേപ്പ് ഒന്ന് ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അവിടെ കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് നമുക്ക് ഡിസൈൻ കൊണ്ടുവരാൻ പറ്റും. അതാണ് വെക്ടർ മാസ്ക് എന്നുള്ള ഓപ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വെക്ടർ മാസ്കിനകത്ത് നമുക്കിവിടെ സെപ്പറേറ്റ് നമുക്ക് വൈറ്റ് ഏരിയയ്ക്ക് പകരം ഇവിടെയായിട്ട് നമ്മുടെ ആ വെക്ടർ ഷേപ്പ് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. വെക്ടർ ഷേപ്പ് ഒന്ന് വലുതാക്കാണ്, ആ ഷേപ്പ് നമുക്കിവിടെ വിസിബിൾ ആയിട്ട് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനുള്ളിൽ മാത്രമായിട്ട് നമുക്കിതിങ്ങനെ കാണുന്നതിനാണ് നമ്മൾ വെക്ടർ മാസ്ക് എന്ന ഓപ്ഷൻ കാണിക്കുന്നത്. ദെൻ ഇതിനകത്ത് വീണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വെക്ടർ മാസ്ക് ലെയർ ഓപ്ഷനുള്ളിൽ തന്നെയാണ് എല്ലാ മാസ്കിങ്സും പറയുന്നത്. നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് വെക്ടർ മാസ്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ഡിസേബിൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് അൺലിങ്ക് ചെയ്യാൻ ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ലെയർ മാസ്കിലുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് അൺലിങ്ക് ചെയ്താലും അതേപോലെയുള്ള ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ നിന്നും വെക്ടർ മാസ്ക് റിമൂവ് ചെയ്യുന്നു. വെക്ടർ മാസ്ക് വന്ന് ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മാസ്കിംഗ് മെത്തേഡ് മനസ്സിലായി. ഇനി നെക്സ്റ്റ് വരുന്നൊരു മെത്തേഡാണ് നമുക്ക് വരുന്നതാണ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയുന്ന ക്ലിപ്പിംഗ് മാസ്ക്. ഓക്കെ, അപ്പോൾ ക്ലിപ്പിംഗ് മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഏരിയ സെലക്ട് ചെയ്യോ അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു പർട്ടിക്കുലർ പോർഷനുള്ളിലേക്ക് നമുക്ക് മാസ്ക് കിട്ടാനുണ്ട്. ക്ലിപ്പിംഗ് മാസ്ക് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കുറച്ചുകൂടി നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനാണ് ഞാനൊരു മെത്തേഡ് പറയുന്നത്. ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് ലെയർ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ലെയറിനകത്ത് വന്നിട്ട് ഞാനിവിടെ നിന്ന് മ്യൂസിക് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് മ്യൂസിക് എന്ന് പറഞ്ഞാണ് ടൈപ്പ് ചെയ്ത് ഞാൻ എൻ്റെ ഫോൺ സൈസൊക്കെ ഒന്ന് കുറച്ചൊരു 100 സംതിങ് 200 150 പിക്സൽ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 150 പിക്സൽ ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ലെയർ ഞാനിവിടെ കൊടുത്തു. ഓക്കെ, സിമ്പിൾ ഞാനിവിടെ കൊടുത്തു. ഓക്കെ, ദെൻ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം, ഇതിന് ജസ്റ്റ് ഈ ടെക്സ്റ്റ് ലെയറിന് മുകളിലേക്ക് നമ്മുടെ ഇമേജ് കൊണ്ടുവന്നു. ദെൻ അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ലെയർ മെനുവിൽ വന്നതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്, ജസ്റ്റ് സിമ്പിളി അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളൂ, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. അതിന് ഷോർട്ട് കട്ടും കൊടുത്തിട്ടുണ്ട്, ഓൾട്ട് കൺട്രോൾ ജി. ഓക്കെ, അപ്പോൾ ഓൾട്ട് കൺട്രോൾ ജി പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് നോക്കാം. ആ മ്യൂസിക് ഇതിന് തൊട്ട് താഴെ ഉണ്ടായിരുന്ന ലെയർ ഏതാണ്, അതാണ് പ്രത്യേകത. ഈ നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് അപ്ലൈ ചെയ്ത ലെയറിന് തൊട്ട് താഴെ ഉണ്ടായിരുന്ന ലെയർ ഏതാണോ ആ ലെയറിനുള്ളിൽ മാത്രം അത് വിസിബിൾ ആയിട്ട് നിൽക്കും. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ആ ടെക്സ്റ്റിനുള്ളിൽ മാത്രമായിട്ട് വിസിബിൾ ആയിട്ട് നിൽക്കും. ഞാൻ ഈ ടെക്സ്റ്റ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് എവിടെയാണുള്ള ആ ഏരിയയിൽ മാത്രമായിട്ട് കാണണം, ആ ഇമേജ് വിസിബിൾ ആണെന്ന് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് നല്ലൊരു ഡിസൈനൊക്കെ കൊണ്ടുവന്നിട്ട് ടെക്സ്റ്റിനുള്ളിലേക്കൊക്കെ ഇമേജസ് കൊണ്ടുവരാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഓപ്ഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ സൈസ് ഞാനിപ്പോൾ അല്പം കൂടി ഒന്ന് കുറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ എൻ്റെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അത് യെസ്, നമുക്ക് ഇതേ രീതിയിൽ കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക് എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണോ അതിന് താഴെ ഉണ്ടായിരുന്നത് അതിനുള്ളിലേക്ക് നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടുന്ന് ലെയറിൽ വന്നതിന് ശേഷം നമുക്ക് ക്ലിപ്പിംഗ് മാസ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ക്ലിപ്പിംഗ് മാസ്ക് കാണാം. അപ്പോൾ ഈ ലെയർ എടുക്കുകയാണ്, ഈ ലെയറിലാണ് മാസ്ക് അപ്ലൈ ചെയ്തിരുന്നത്. ലെയറിൽ വന്നു റിലീസ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിലീസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ലെയറിൽ ഇവിടെ കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് ലെയറിൽ വന്നു. then അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിനുള്ളിൽ മാത്രമായിട്ട് കണ്ടു. ഇപ്പോൾ റെക്റ്റാങ്കിൾ ആണ് കൊടുത്തത്, ആ റെക്റ്റാങ്കിളിനുള്ളിൽ മാത്രമാണ് അത് വിസിബിൾ ആവുള്ളൂ, വേറെ ഏരിയയിലേക്ക് കണ്ടോ വിസിബിൾ ആകുന്നില്ല, അതിനുള്ളിൽ മാത്രമാണ് വിസിബിൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്ലിപ്പിംഗ് മാസ്കുകൾ കൊടുക്കാൻ പറ്റും. ഓക്കെ,
നമുക്ക് വേണമെന്ന് റിലീസ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന 3 മാസ്കിംഗ് മെത്തേഡ്സ് ആണ് ഞാനിപ്പോൾ അതിനകത്ത് പറഞ്ഞത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ താഴെയായിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് താഴെയായിട്ടും ആഡ് ലെയർ മാസ്ക് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു സെലക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് സിമ്പിളി ഇങ്ങനെ ഒരു സെലക്ഷൻ കൊടുത്തതിന് ശേഷം ഞാൻ ആ ലെയറിൽ ആഡ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞാൽ ആ സെലക്ഷൻ നിൽക്കുന്ന ഏരിയയിൽ മാത്രമായിട്ട് എന്ത് ചെയ്യുന്നു അവിടെ അതായത് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കുന്നതിന് പകരമായിട്ട് നമുക്ക് അങ്ങനെ ഇത് ചെയ്ത് കിട്ടും. ആ ഒരു സെലക്ഷനുള്ളിൽ ആ സെലക്ഷൻ ഒരു മാസ്ക് ആയിട്ട് മാറും. അത്ര ഏരിയയിൽ മാത്രമാണ് ഇത് വിസിബിൾ ആയിട്ട് നിലനിൽക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ അത്ര ബാക്കി ഏരിയയൊക്കെ കട്ടായിട്ട് അങ്ങനെ കൊണ്ടുവരാം. ആ രീതിയിൽ നമുക്കൊരു ലെയർ മാസ്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് മെയിൻലി യൂസ് ചെയ്യുന്ന 3 ക്ലിപ്പിംഗ് മാസ്കിങ്ങുകളും 3 മാസ്കിംഗ് മെത്തേഡ്സും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡിസൈനിങ് ടൈമിൽ നമുക്ക് ഒത്തിരി ടൈമൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ക്ലിപ്പിംഗ് മാസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ ടെക്സ്റ്റിനുള്ളിലൊക്കെ നമുക്ക് ഇമേജസ് ഒക്കെ പല പോസ്റ്റേഴ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും ഇവൻസിൻ്റെ ഇതിനകത്തൊക്കെ നമുക്ക് അങ്ങനെ ഇമേജസ് ഒക്കെ ടെക്സ്റ്റിനുള്ളിലൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലിപ്പിംഗ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലെയർ മാസ്ക് നമ്മൾ പലപ്പോഴും പല പോസ്റ്റേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇമേജസ് ഒക്കെ നമ്മുടെ ഡിസൈനിലേക്ക് ഇറേസ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇറേസ് ചെയ്ത് ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അൺഡു ചെയ്തൊക്കെ നമുക്ക് ബാക്ക് വരുന്നതിന് പകരം നമുക്ക് കുറച്ചുകൂടി ഏരിയ നമുക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ ലെയർ മാസ്ക് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്തിരിക്കുന്ന ഏരിയ റിക്കവർ ചെയ്തെടുക്കാനെല്ലാം സാധിക്കും. അപ്പോൾ അതാണ് ഈ മെത്തേഡ്സിൻ്റെ എല്ലാം യൂസേജ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചാനൽ ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.